The beauty and the grace, nothing we would change at all. A feeling that is deeper than the ocean, raging to the sound of us. The whisper of the wind calling us to something more. What if we set out upon the waters, sail till we lose sight of shore? The light and the wilderness, we were made for all of this. You alone my confidence, ready for it all. This is who we are, this is where it starts. The rush of the unknown, awakening these untamed hearts, reaching out beyond our hesitations, knowing how we've come so far. The veil is getting thin, more than just a glimpse in time, speaking to the soul of every longing, calling it to deeper light. The light and the wilderness, we were made for all of this. You alone my confidence, ready for it all. This is who we are, and this is where it starts. കർത്താവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, മംഗലകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട വർഗീസിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വേദപുസ്തക വായന. സഹോദരരെ, ഉത്തമ ഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മധുരപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകിയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. സഹോദരന്മാരെയും ഞാൻ നിർവഹിക്കുവാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ നിത്യത്വത്തോടും സന്തോഷത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹത്തിനായി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന വർഗീസിനെയും മേരിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരവും സുഖസമ്പൂർണവുമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ പ്രവർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിനെയും നാഥ എന്നേക്കും ആമേൻ. Ready for it all. This is who we are, and this is where it starts. പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക്, ഈ ദേവാലയത്തിലേക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥന നടത്തുന്നു. അതിന് സമാപനത്തിൽ മനസ്സ് ചോദിക്കുന്നു. 2 സാക്ഷികൾ 2 കുടുംബത്തിൻ്റെ ഭാഗത്തിൽ നിന്നും മുമ്പോട്ട് കടന്നു വരേണ്ടതാണെന്ന് ഓർമ്മിക്കുന്നു.
തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും 4-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നതിനാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്ര കാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയുമായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് തരണമേ. വേറെയാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനിൽ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ബലഹീന്മാരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും നെടുലോകങ്ങളും എന്നേക്കും ശരിപ്പെടുമാറാകണം. ബാറയ്ക്കുമോർ ദൈവമായ കർത്താവേ, വിശ്വാസവൃന്ദനെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ നിന്റെ പരിശുദ്ധാത്മ നിർഭരങ്ങളാ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ എണ്ണപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇപ്പോൾ കർത്താവെ, പൂർവ്വപിതാക്കന്മാരുടെ മഹനീയ ദാമ്പത്യ മാതൃകയാൽ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ ഈ മക്കളെ എതിർക്കൺ പാർക്കണമേ. ഇവർ സ്വതന്ത്ര മനസ്സോടുകൂടി നിന്റെ തിരുസന്നിധിയിൽ പരസ്പരം സമ്മതം നൽകുവാൻ കൃപയേകണമേ. പരിശുദ്ധ ദ്രോണോസും ശ്രീബായും വിശുദ്ധേവൻ ഗേലിയോനും ഈ വിശ്വാസികളവും ഈ മനസ്സമ്മതത്തിന് സാക്ഷികളായി നിന്ന് ഇവരുടെ സ്വതന്ത്ര മനസ്സിനെ ബലപ്പെടുത്തണമേ. ഇവരെന്നും പൂർണ്ണ മനസ്സോടെ ദമ്പതിമാരായി ജീവിക്കുവാൻ കൃപ ചെയ്ത് സഹായിക്കണമേ. ബാറയ്ക്കുമോർ മോറൻ വാലോവാൻ ലവൽ മീൻ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണോത്ത പ്രകാരം എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ന്യായത്തിൽ നിന്ന് നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നോട് പാക്കണമേ. എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അതൊരവസരത്തിൽ നീ തീർക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉദ്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീ ഇഷ്ടപ്പെട്ടു, നല്ല ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സോപ്പാകൊണ്ട് എൻ്റെ മേൽ നീ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. സന്തോഷത്തോടെ തൃപ്തനാക്കണമേ, ക്ഷീണതയുള്ള സ്ത്രീകൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമാന്തിരിച്ച് അതിക്രമങ്ങളൊക്കെയും മായിച്ചുകളയണമേ. സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കുകയും അരുതേ. ക്ഷണിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ നീ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ, എന്റെ നാഥനെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരുകളെങ്കിൽ തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നീ രമപ്പെട്ടില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. സിഹിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോം ബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കരയേറും. ദൈവമേ, തിരുസഭയെ വധുവായി വരിച്ചൊരു നാഥ, തിരുഗീതമായി ഈ ദാസരെ വാഴ്ത്തുക ദേവാ. ദയ ചെയ്തിടണമേ, ഈ ദാസ മനസ്സമ്മതമേക മാനവനായ മിശിഹ രാജാവേ ദേവാ, ദയ ചെയ്തിടണമേ. മനുജർക്കായി കുടുംബമൊരുക്കുന്നോരേ, സ്വർഗനിന്നും ഇവരെ വാഴ്ത്തുക ദേവാ, ദയ ചെയ്തിടണമേ. ബാറയ്ക്കുമോ കാദീശോ കർത്താവേ, നിൻ പ്രിയരാം ദാസ്
തിരുമുൻപാകെ മനസമ്മതമേ ഗാന്ധേവാ ദയ ചെയ്തിടണമേ മുറിയോറാഹെ മലനുവതാറേ. കർത്താവിൽ നമ്മുടെ മകനായ വർഗീസ് ജെയിംസ് ഈ നിൽക്കുന്ന ഏഞ്ചൽ മേരി വർഗീസിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ മകളായ ഏഞ്ചൽ മേരി വർഗീസ് ഈ നിൽക്കുന്ന വർഗീസ് ജെയിംസിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. വിശുദ്ധ സഭയെ വിവാഹ നിശ്ചയം ചെയ്ത് തനിക്ക് വധുവായി തീർത്ത സാക്ഷാൽ സത്യമണവാളനായ മിശിഹാ തമ്പുരാനെ അനശ്വരമായ അനുഗ്രഹവും നിത്യമായ സഹായവും ഭക്തിഭരിതമായ പൂർണ്ണതയും നിന്നോട് യാചിക്കുന്നതിൻ്റെ ആരാധകരായ മക്കളെ വിവാഹ നിശ്ചയത്തെ കൃപയോടെ നീ ആശീർവദിക്കണമേ. കർത്താവെ, മനുഷ്യ സ്നേഹത്തോടെ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹം നടക്കുകയും ഇവർ സന്തോഷിക്കുകയും ചെയ്യത്തക്കവണ്ണം സൗഭാഗ്യകാരങ്ങൾ ഇവർക്ക് നൽകണമേ. അദൃശ്യമായ നിന്റെ വലതു കൈ ഇവരിൽ ആവസിപ്പിച്ച് നിന്റെ സ്ലീവായാൽ ഇവരെ കാത്തുകൊള്ളണമേ. ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. ആയുഷ്കാലം മുഴുവനും ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ശുശ്രൂഷയിലാണ് നാം എല്ലാവരും സംബന്ധിക്കുന്നത്. പ്രിയപ്പെട്ട വർഗീസ് ജെയിംസും പ്രിയപ്പെട്ട ഏഞ്ചലും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു പരസ്പരം സമർപ്പിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ അറിയിച്ചത്. യഥാർത്ഥത്തിൽ ഇവർ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ നിശ്ചയം ഈ മക്കൾ തിരിച്ചറിയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്ന ഒരനുഭവം അത് നമ്മെ എത്തിക്കുന്നത് ദൈവസ്തുതിപ്പുകളിലേക്കാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാം ദൈവത്തിൻ്റെ ദാനം. നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിത പങ്കാളി ദൈവത്തിൻ്റെ ദാനമാണ്. ഈ കുടുംബജീവിതത്തിലേക്ക് ഈ മക്കൾ പ്രവേശിക്കുമ്പോൾ അവർക്ക് ആവശ്യമാകുന്ന നൽവരങ്ങൾ ലഭിക്കാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവരെപ്പറ്റി ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു മാതാപിതാക്കളായി ജീവിച്ച് വിശുദ്ധരായ മക്കൾക്ക് ജന്മം നൽകി അവരുടെ കുടുംബത്തെ ദേവാലയമായി അവർ നിലനിർത്തി വചന ശുശ്രൂഷയിലും ദിവ്യബലി അർപ്പണത്തിലും ഇതര ദൈവരാജ്യ ശുശ്രൂഷയിലും പങ്കാളികളാകത്തക്കവണ്ണം പ്രേക്ഷിതരായി തീരാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ മക്കൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. രക്ഷണീയമായ കുടുംബം. ആ പുൽക്കൂട്ടിൽ മറിയവും യൗസേപ്പും മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ശിശു മാത്രമല്ല. പുൽക്കൂട്ടിൽ നാം എത്തുന്നത് ഉണ്ണീശോയെ കാണാൻ വേണ്ടി മാത്രമല്ല. എത്തിയവരെല്ലാം കണ്ടത് മറിയത്തോടും യൗസേപ്പിനോടുമൊപ്പം, ഒരു മാതാവിനോടും പിതാവിനോടുമൊപ്പം യേശുവിനെ കണ്ടു. അവിടെ പിറന്നു വീണത് ഒരു കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ തുടർച്ചയാണ് ഓരോ ക്രൈസ്തവ കുടുംബവും എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ഒരു കൗതാശികമായി കൃപകൾ മക്കളിൽ നിറയാൻ ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരുക്കത്തിൻ്റെ, അടുത്ത ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടം. അവരനുഗ്രഹീതരായി ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും കൗതാശികമായി കൃപകൾ സ്വീകരിക്കാനും ആവശ്യമാകുന്ന ഒരാത്മീയമായ ഒരുക്കം ഈ മക്കൾക്കുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. തീർച്ചയായും രണ്ട് കുടുംബവും ഏറെ സന്തോഷിക്കുന്ന സന്ദർഭമാണ്.
ഈ മാതാപിതാക്കളുടെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാം ഭാഗവാക്കാകുന്നു. നമ്മുടെ മക്കളെ നല്ല പ്രായത്തിൽ വിവാഹിതരായി അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമനുസരിച്ച് തന്നെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അവരുടെ ഉത്തരവാദിത്വം ഇവിടെ നിറവേറ്റപ്പെടുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. പൊള്ളയിൽ കുടുംബവും ഒരു മേരി സദനം കുടുംബവും ഈ രണ്ട് കുടുംബത്തിൻ്റെ കഴിവഴികളാണ്. നന്മകൾ ഒന്നു ചേർന്ന് ഒരു കുടുംബം പിറക്കുമ്പോൾ ഈ മാതാപിതാക്കളുടെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാം ആത്മാർത്ഥമായി ഭാഗവാക്കാകും. വർഗീസ് ജെയിംസിൻ്റെ സഹോദരനാണ് നവവൈദികനായ ബഹുമാനപ്പെട്ട സിറിലച്ചൻ. അതുപോലെ തന്നെ റെജിയുടെയും ശൈലയുടെയും ഈ കുടുംബവുമായി, മേരി സദനം കുടുംബവുമായി ഞങ്ങൾക്കെല്ലാം അഭേദ്യമായ ബന്ധമുണ്ട്. പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബമാണ്. സഭയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. അവർ ദൈവത്തിനും സഭയ്ക്കും മുൻഗണന നൽകുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം. തീർച്ചയായും ഈ രണ്ട് കുടുംബങ്ങളുടെയും നന്മകൾ ഒന്നു ചേർന്ന് അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്ന വലിയ ഒരു കൃപ, സമ്മാനം, ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ജീവിത പങ്കാളി. സ്വർഗം നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ സമ്മാനം. ആ മഹത്വത്തോടെ പരസ്പരം നിങ്ങൾ ഏറ്റുവാങ്ങാനും നിങ്ങളൊന്നു ചേർന്ന് ഇതുവരെയും ഞാനും നീയുമെന്ന ആ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഒന്നു ചേർന്ന് നമ്മളെന്ന ഒരു കുടുംബം രൂപം പ്രാപിക്കുമ്പോൾ ആ സമർപ്പണത്തിൽ പരസ്പരം ഒന്നാകലിൻ്റെ തീർച്ചയായും നൊമ്പരങ്ങളുണ്ട്. അത് വലിയ ആത്മീയമായൊരു അനുഭൂതിയിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളോടൊപ്പം ഈ സഭാ സമൂഹവും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും ഏറെ സന്തോഷിക്കുന്നു. ഈ ആത്മീയമായ അനുഭവത്തിൽ ഞങ്ങളെല്ലാം പങ്കാളികളാകുന്നു. തുടർന്നുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടവും വിവാഹ കൂദാശ നടക്കുന്ന ആ ദിവസത്തെ കൗദാശികമായ എല്ലാ ശുശ്രൂഷകളും, അന്ന് നടക്കുന്ന എല്ലാ സ്വീകരണ കർമ്മങ്ങളുമെല്ലാം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നേരുന്നതിനും ഈ അവസരം ഉപയോഗിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ ഈ കുടുംബത്തെ നമുക്ക് ഫലമേൽപ്പിക്കുകയും ചെയ്യാം. നിന്നാൾ സ്തുതിയോടു രാജമകൾ ലുയ്യ നിൻ വലഭാഗേ രാജഭാമിനിയും നിന്നഴകർജൻ മോഹിപ്പാൻ പിതൃഗ്രഹവും ബാർക്കുമോ വോലം വാദാമൽ വോലം ഭജനമേ ദീക്ഷോർവേഗസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയടക്കീണം സ്തൗമൻ കാലെ സ്കുറിയിലായിസോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട മാർക്കുമോ ശുഭഹോലാബോലബറോവൽറുവോകാദീശോ മറിയാമിന്നായി പരിമളധൂപച്ചുരുൾ വായുവിലുയരുന്നു മറിയോറാഹി മലയിലോ വാലാറേ ഭക്തിയിടരുതേ മാതാവേ ആത്മജനോടർത്ഥിക്ക ഞങ്ങളിൽ ആർദ്രത
കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിബിയന്മാരുടെ സമരങ്ങളിൽ അവരോടുകൂടെയും ശ്ലീഹന്മാരുടെ കാലങ്ങൾ അവരോടുകൂടെയും ഇരുന്നിട്ടുള്ള കർത്താവിന്റെ ബലമുള്ളതും വിജയസമ്പൂർണമായ വലതു കൈ സമൂഹത്തിന് വിവാഹസമ്മതം നൽകിയിരിക്കുന്നവരിലും അതിഥികളിലും ആതിഥേയരിലൂടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും വന്നാവസിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, കുറവുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. യുവതിമാരുടെ മകൻ വർഗീസ് ജെയിംസിന്റെയും അതുപോലെ പത്തനംതിട്ട സെന്റ് മേരീസ് ബലകരയിൽ തുടങ്ങിയ ദേവാലയ മുട്ടത്തുകോണത്തിലെ മേരീസ് സദനത്തിൽ വർഗീസ് തോമസ് പി ശൈല വർഗീസ് യുവതിമാരുടെ മകൾ ഏഞ്ചൽ മേരി വർഗീസും വിവാഹ നിശ്ചയത്തിന്റെ വിവാഹത്തിന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വിളിച്ചായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിൽ പ്രവേശിക്കണം. നമുക്ക് ഈ വധുവരന്മാര് ഒരു വിവാഹം ചെയ്യാൻ സംബന്ധിച്ച് ദൈവത്തിന് മുമ്പാകെ സംബന്ധിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. പ്രിയപ്പെട്ട വർഗീസ് ജെയിംസിനെയും ഏഞ്ചൽ മേരി വർഗീസിനെയും അവരുടെ മാതാപിതാക്കന്മാരോടൊപ്പം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളെ വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശം എന്തിനാണ് എന്ന് വധുവിന്റെ ഭാഗത്തു നിന്നും ഉള്ള കാരണവര് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നു. എല്ലാവരും തന്നെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടതാണ് ഓർമ്മിപ്പിക്കുന്നു. ഈ ചടങ്ങുകൾക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മുടെ ഉച്ചഭക്ഷണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്തിനാണ് നമ്മളെ വിളിച്ചു ചേർത്തത് എന്നതിന്റെ കാര്യം നമ്മളോട് സംസാരിക്കും. യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ വലിയ ശ്രേഷ്ഠ
മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളെ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് എന്റെ അനുജന്റെ രണ്ടാമത്തെ മകളുടെ വിവാഹ നിശ്ചയം ആലോചിച്ച് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ തോട്ടകം വില്ലേജിൽ, എറണാകുളം അങ്കമാലി രൂപതയിൽ തോട്ടകം സെന്റ് ഗ്രിഗോറിയോസ് സീറോ മലബാർ ഇടവകയിൽ പൊള്ളയിൽ വീട്ടിൽ ശ്രീ NV ജെയിംസിന്റെയും ശ്രീമതി കൊച്ചുറാണി ടിയുടെയും മകൻ വർഗീസ് ജെയിംസിന്റെയും എന്റെ സഹോദരൻ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ചെന്നീർക്കര വില്ലേജിൽ പത്തനംതിട്ട മലങ്കര സുറിയാനി കത്തോലിക്ക രൂപതയിൽ മുട്ടത്തുകോണം സെന്റ് മേരീസ് ഇടവകയിൽ മേരീസ് സദനം വീട്ടിൽ ശ്രീ വർഗീസ് തോമസിന്റെയും ശ്രീമതി ഷൈല വർഗീസിന്റെയും മകൾ ഏഞ്ചൽ മേരി വർഗീസിന്റെയും വിവാഹം നടത്തുന്നത് സംബന്ധിച്ച് പ്രാരംഭമായ ആലോചനകൾ നടത്തിയിരുന്നു. പ്രസ്തുത വിവാഹ നിശ്ചയം നടത്തുന്നതിന് വേണ്ടിയാണ് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അതിന്റെ പ്രഖ്യാപനം നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇവിടെ നടത്തുന്നതുമാണ്. നന്ദി. വളരെ ഭക്തമെന്നും തീരുമാനിച്ചുറപ്പിച്ച കാര്യം സംസാരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വേണ്ടിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ഞാൻ വളരെ അപ്പനാണ് ജെയിംസ്. എൻ്റെ ജ്യേഷ്ഠൻ ഫ്രാൻസിസ് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. ഈ വിവാഹം 2021 ഡിസംബർ മാസം 24 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വളരെ ഗൃഹനായകനായ പ്രോഗ്രാം സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ വെച്ച് ആശീർവദിക്കുന്നതിന് വേണ്ടിയാണ് പ്രാരംഭധാരണയെ വെച്ചിരിക്കുന്നത്. വിവാഹശേഷം വധുവരന്മാർക്ക് ഇടവാചാര്യരോടുള്ള പാരിഷാരുടെ സ്വീകരണം നൽകുന്നതിന് നല്ലൊരു കൈയടിയോടുകൂടി സന്തോഷപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ഇവിടെയായിരിക്കുന്നത് പ്രിയപ്പെട്ട ഏഞ്ചലിന്റെയും വർഗീസ് ജെയിംസിന്റെയും വിവാഹ നിശ്ചയത്തിലാണ്. പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഈ തീരുമാനത്തെ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നമുക്ക് ഭക്ഷണത്തിനുമുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പിതാവിനെയും പ്രിയപ്പെട്ട വൈദികരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അവിടുത്തെ പദ്ധതിക്ക് വിധേയമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഈ മക്കൾ രണ്ടുപേരെയും ഈ രണ്ട് കുടുംബങ്ങളെയും തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. ഈ സന്തോഷത്തിൽ പങ്കുവയ്ക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും കൊണ്ട് ആശീർവദിക്കണം. ഈ കൂട്ടായ്മ അനുഭവം സ്വർഗീയമായ അനുഭവത്തിന്റെ ആസ്വാദനമാക്കി തീർക്കണം. വിവാഹം അനുഗ്രഹകരമായി ആഘോഷിക്കപ്പെടാൻ അവരുടെ കുടുംബജീവിതം നിത്യതയെ മുൻനിർത്തി അവർ നടത്തുന്ന അനുഗ്രഹകരമായ ഉദ്ഘാടനമായി പൂർത്തിയാക്കാൻ ലീനമായ അവരുടെ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരായി അനുഗ്രഹിതരായി തീരാനും ഇടയായി തീരാനും ഇന്ന് ഈ കൂടിവരവിന്റെ സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഭക്ഷണത്തെയും ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
you.